ചെന്നായ്ക്കൾ പോലും പ്രണമിച്ചു പോകുന്ന തരത്തിലുള്ള കുടിലത. വർഗീയവാദം പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ വിവരക്കേട് കൊണ്ടോ ബൗദ്ധികമായിട്ടുള്ള പരിമിതിയാണോ എന്നൊക്കെ ഓർത്ത് സാധാരണ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ കഴിയും. പക്ഷേ എത്ര കുടിലമായിട്ടുള്ള രീതിയിൽ ഏത് രീതിയിലാണത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. രായ്ക്ക് രാമാനവന്മാരെ തട്ടിയെടുത്ത് അകത്തിടാൻ കേരള പോലീസിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് ഒഫൻഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും വെളിച്ചം കാണുന്ന സാഹചര്യം ഇല്ലാതിരുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വെളിയിലേക്ക് വന്നത്. വലിയ നിയമവിരുദ്ധമായിട്ടുള്ള ഒഫൻഡറിനെ സ്ക്രീൻ ചെയ്യുന്ന തരത്തിലുള്ള അന്വേഷണ ശൈലിയാണ് കേരള പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിൽ വരെ കാണിച്ചത് എന്നുള്ളത് പറയാതിരിക്കുവാൻ വയ്യ. ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 2 FIR വന്നിട്ടുണ്ട്. ഇവിടെ ചർച്ചകളിലൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോഴൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് കാസിമിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR. ആ FIRൽ 153A ആണ് എടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന നോൺ ബെയിലബിളായിട്ടുള്ള ഒഫൻസാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ കാസിമിനെ വിക്ടിമാക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത FIRൽ 153A അല്ല ഇട്ടിരിക്കുന്നത്, അവിടെ 153 മാത്രമാണ് ഇട്ടിരിക്കുന്നത്. 6 മാസം വരെ തടവ് കിട്ടാവുന്ന വളരെ ലളിതമായിട്ടുള്ള വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ 153 ഞാൻ ഈ FIR കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വസ്തുതാപരമായി പിന്നീട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ ഒന്നിൽ 153 മറ്റൊന്നിൽ 153A. അതായത് കാസിമിനെ ഹിറ്റ് ചെയ്യുമ്പോൾ പരമാവധി ശക്തിയോടുകൂടി ഹിറ്റ് ചെയ്യുവാൻ വേണ്ടി അത്തരത്തിൽ സെക്ഷൻ ഇൻവോക്ക് ചെയ്യുകയും പിന്നീട് വന്ന കേസിൽ ലളിതമായിട്ടുള്ള സെക്ഷൻ ഇൻവോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഈ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രൂപ്പുകൾ, ഇപ്പം റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ, ആ പദപ്രയോഗങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കി എത്രത്തോളം വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഈ ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു റിഹാബ് എന്ന് പറയുകയുണ്ടായി. അതിലൊന്ന് റിബേഷാണ്, രണ്ടാമത്തതിൽ ഈ പോരാളി ഷാജി, അത് പിന്നിൽ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വഹാബ് എന്നാണ്. പോർട്ട്മാൻഡോ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. കാരണം 2 വാക്കുകൾ ചേർത്തിട്ട് ഒരു പുതിയ പ്രയോഗം വരിക. ശരിക്കും റിഹാബ് എന്ന് പറഞ്ഞതാണ് ഒരു പരിധി വരെ ശരി, കാരണം ഈ 2 പേരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പോലീസ് റിപ്പോർട്ടൊന്ന് കണ്ടു നോക്കിയേ ശ്രീ സുരേഷ്. റിബേഷ് കുഡ് നോട്ട് റിവീൽ ഫ്രം വെയർ ഹി ഹാസ് ഒബ്റ്റെയിൻ ദ കമ്മ്യൂണൽ പോസ്റ്റ്. പാവം, വളരെ നിഷ്കളങ്കനല്ലേ. റിബേഷ് കുഡ് നോട്ട്, റിബേഷ് ഡിഡ് നോട്ട് എന്നല്ല പറയുന്നത്, റിബേഷ് കുഡ് നോട്ട്. അപ്പം നാളെ നമ്മളൊരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ വരുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റവാളിയല്ല. കൊലപാതകം ചെയ്താൽ പോലും അഭിലാഷ് കുഡ് നോട്ട്, അതുകൊണ്ട് എന്നെ സാക്ഷിയാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള അന്വേഷണ രീതിയാണ് ഇവരെവിടുന്നാണ് ഇവർ അന്വേഷണം പഠിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടിയാണോ ഇതുപോലെയൊരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ ഫയൽ ചെയ്തിരിക്കുന്നത്? നീതിബോധവും അടിസ്ഥാന കോമൺ സെൻസുള്ള ഏതൊരാളെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വഹാബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, അത് നിരപരാധിയല്ലേ. ഹി ഓൾസോ കുഡ് നോട്ട് റിവീൽ. 2 പേർക്കും പറയാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ട് അവരുടെ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ സീസ് ചെയ്തു. ഇതൊക്കെ IPC പ്രകാരം 201 പ്രകാരം ഇത് ഒഫൻസാണ്. സ്ക്രീനിങ് ദി ഒഫൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 201-ൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തെളിവ് നശിപ്പിക്കുക. 2, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒഫൻഡറെ സ്ക്രീൻ ചെയ്യുക. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന തരത്തിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ പാവം എന്ത് നിരപരാധികളാണ്. ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. സ്വന്തം മൊബൈലിലേക്ക് ഒരു സന്ദേശം സ്വയം പടച്ചു വിട്ടതല്ല എങ്കിൽ എവിടുന്ന് വന്നു എന്നുള്ളത് അവർക്കറിയാൻ കഴിയുന്നില്ല. കാരണം കേരളം ഇതുവരെ ചർച്ച ചെയ്യാതെ പോയ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാത്ത, വളരെ ലളിതമായിട്ടുള്ള, നമ്മളെല്ലാം ഇഗ്നോർ ചെയ്തു വിടുന്ന, നമ്മുടെ മൊബൈലുകളിലേക്ക് വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജുകളെ പോലെ വളരെ ലളിതമായിട്ടുള്ള, വളരെ ഇന്നോക്വസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ട് പാവങ്ങൾക്ക് അതൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത്രത്തോളം ശുദ്ധഗതിയോടുകൂടി കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് പറയുന്നത്. ഇത് എത്രത്തോളം വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് എന്നുള്ളത് ഒരു ലളിതമായിട്ടുള്ള ഒരു വർഗീയ പോസ്റ്റ് അല്ല. അതിനകത്തെ ഒരു മാനിപ്പുലേറ്റീവ് കണ്ടന്റ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര ഇന്നോക്വസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ? ഒരു തരത്തിലും അന്വേഷണത്തിനോട് സഹകരിച്ചിട്ടില്ലാത്ത വ്യക്തികളാണിവർ. ഇവർക്കെതിരെ ഇവരെ അക്യൂസ്ഡ് ആക്കി കേസെടുക്കുവാൻ നിയമത്തിന് കഴിയും.
എന്ന് മാത്രമല്ല, കേസെടുക്കേണ്ടത് കേരള പോലീസിൻ്റെ സുപ്രീം കോടതിയുടെ 2023 ഷഹീൻ അബ്ദുള്ള കേസിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ ചുവട് പിടിച്ച് സുവോ മോട്ടു കേസെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ നിർദ്ദേശത്തിൻ്റെ ലംഘനം കൂടെയല്ലേ? ഇന്ത്യയിൽ എവിടെയാണെങ്കിലും 153A പ്രകാരം വെറുപ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ഏതൊരു സന്ദേശവും സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് ഏതൊരു സംസ്ഥാനത്തിലെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിയെ നേരിട്ട് വരെ സമീപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ രാജ്യത്ത് വിധികളിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നിയമത്തിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. കേരളത്തിൽ DGP ഇല്ലേ? ഓരോ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പോലീസ് സൂപ്രണ്ടുമാരില്ലേ? DYSPമാരില്ലേ? പോലീസ് മന്ത്രിയില്ലേ? ഇവർക്കാർക്കും അറിയാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ഒഫൻഡറെ സ്ക്രീൻ ചെയ്യുന്ന രീതിയിൽ പോലീസിനോട് നിസ്സഹകരിച്ച വ്യക്തികളെ ഇത്ര ഇന്നസെൻ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്? പാവങ്ങൾ, അവർക്കറിയില്ല. അതുകൊണ്ട് അവരുടെ ഫോൺ ഞങ്ങൾ പിടിച്ചെടുത്തു. ഇവരെയൊക്കെ പ്രതികളാക്കി അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ആവശ്യം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ മതസൗഹാർദ്ദവും സമരസതയും സംരക്ഷിക്കുവാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എത്രത്തോളം കുറ്റവാളികളെ മറച്ചു പിടിച്ച് നിരപരാധികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ അവർ അശാന്തി വിതയ്ക്കുന്നതിന് വളമിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെസ്റ്റിമോണിയലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ട്. അത് വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് വളരെ കുടിലമായിട്ടുള്ള വർഗീയ പ്രചരണം, കേരളത്തിലെ മതസൗഹാർദ്ദം ഏറ്റവും കുടിലമായിട്ടുള്ള, ചെന്നായ്ക്കൾ പോലും നാണിച്ചു നിൽക്കുന്ന രീതിയിൽ ആ മതസൗഹാർദ്ദം അട്ടിമറിക്കുവാൻ നടത്തിയ ഈ കുടില പ്രവർത്തനം ഇത് അന്നേ മുളയിലേ നുള്ളാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമായിരുന്നില്ല. നാം പോലും കാണാത്ത രീതിയിൽ ഇതിൻ്റെ റെപ്പർക്കഷൻസ്, അനുരണനങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഇലക്ഷന്. അത് നമുക്കിപ്പോൾ ഗേജ് ചെയ്യുവാൻ കഴിയില്ല. മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം പ്രകോപനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ കലാപത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഒരു ഇലക്ഷൻ്റെ ദിശയെ തന്നെ മറിച്ചു കളയുവാൻ, അട്ടിമറി ഉണ്ടാക്കുവാൻ പ്രാപ്തമായിട്ടുള്ള തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള സന്ദേശമാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ പോലീസിനും പോലീസ് സംവിധാനങ്ങളെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഒന്നും വൈകിയ വേളയിൽ പോലും ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാകുന്നുവെന്ന് നടിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ലജ്ജ. നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, നാട്ടുമ്പുറങ്ങളിൽ, ഈ നഞ്ച് കലക്കി മീൻ പിടിക്കുക എന്ന് ജലാശയങ്ങളിൽ. എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും കൊല്ലുന്ന അത്തരത്തിൽ വ്യാപകമായിട്ട് പോയിസൺ ജലാശയത്തിലേക്ക് ഇട്ടിട്ട് മീൻ പിടിക്കുക. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിനെ മുഴുവൻ നാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ വർഗീയതയിലേക്ക് നയിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന അത്രയ്ക്ക് പൊട്ടൻഷ്യലുള്ള ഒരു സാധനം ഒരുപക്ഷെ എതിരാളി തോറ്റ വ്യക്തി ഇപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ അവരുടെ ഇലക്ഷൻ വരെയും സെറ്റസൈഡ് ചെയ്യുന്ന രീതിയിൽ നടപടിക്രമങ്ങളുമായി പോകുവാൻ ഈ കേസന്വേഷണത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം വഴിതെളിക്കുമായിരുന്നു. എന്തുകൊണ്ടോ അവർ ജയിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ മേരി ഷെല്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം ശാസ്ത്രത്തിൻ്റെ ബുദ്ധിയോടുകൂടി ഒരു സത്വത്തെ ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ്. സത്വം സൃഷ്ടാവിൻ്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയിട്ട് ലോകം മുഴുവൻ ആ സത്വം സൃഷ്ടിക്കുന്ന ആ ഒരു ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി കണ്ട് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിലാണ് കേരളത്തിലെ സെക്യുലർ ഫാബ്രിക്കിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ രാഷ്ട്രീയ കുടിലത ഈ മൂലം കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്.